പൊതുവെ പേഷ്യൻസ് ഒന്ന് പറയുന്ന കാര്യമാണ് ഡോക്ടർ കാരണം ഇല്ലാതെ ഇങ്ങനെ ക്ഷീണം വരികയാണ്. ചില സമയത്ത് പിന്നെ നന്നായിട്ട് ശരീരം മസിൽസ് വല്ലാത്ത കടച്ചിലുണ്ടാവും. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ പറയും ഭയങ്കര കടച്ചിലാണെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ മൂഡ് പെട്ടെന്ന് ചേഞ്ചസ് വരിക, മൂഡ് സിക്നെസ് പോലെ വരിക. പിന്നെ എത്ര റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ഒരു ചെറിയ ക്ഷീണോ കാര്യങ്ങളൊക്കെയാണ് എന്തായിരിക്കും, കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ ഇത് മാറ്റമല്ല, വീണ്ടും ടയർഡായിട്ട് ഫീൽ ചെയ്യുക. എത്ര റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും പിന്നെ ഉന്മേഷം ഉണ്ടാവില്ല, എപ്പം നോക്കിയാലും ഒരു ലോ എനർജി ആയിരിക്കും എന്ന് പറയും. ആ സമയത്ത് അവരോട് പറയും അപ്പോൾ തുടർച്ചയായിട്ട് ഈ ബുദ്ധിമുട്ട്, ഡോക്ടർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടർച്ചയായിട്ട് ഈ പ്രയാസം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരോട് പറയും നിങ്ങളൊന്ന് വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അത് ബിലോ ആയിരിക്കും. അപ്പോൾ ഈ മേൽ പറഞ്ഞ എല്ലാവിധ കാരണങ്ങളുടെയും പ്രധാനപ്പെട്ട വില്ലൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. പിന്നെ എന്താണ് വൈറ്റമിൻ ഡി, എങ്ങനെ നമുക്ക് ലഭിക്കാമെന്നും എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ട് അല്ലെ മേജറായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് അഡൽട്ടിനും, അതായത് യുവാക്കൾക്കും കുട്ടികൾക്കുമാണ്. പ്രായമുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് യുവാക്കൾക്കും കുട്ടികൾക്കാണ് ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്നത്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ബോഡിയിൽ ശരീരത്തിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കാറുള്ളൂ. ഡയറ്റിൽ കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 to 80% നടക്കുന്നത് സൺലൈറ്റിലൂടെയാണ്. സൺലൈറ്റ് ബോഡി കിട്ടുമ്പോൾ നടക്കുന്ന മെക്കാനിസത്തോടു കൂടിയാണ് വൈറ്റമിൻ ഡി ബോഡിക്ക് ആവശ്യമുള്ളത് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞത് നോർമലി നമ്മൾ പറയാറുള്ള അപ് ടു 3 PM വരെയുള്ള 3 മണി വരെയുള്ള വെയിലാണ് നോർമലി പ്രിഫറബിൾ ആയിട്ട് പറയാറുള്ളത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? യുവാക്കളായാലും കുട്ടികളായാലും സ്കൂളുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലാണ് വെളിച്ചം തീരെ അവർ കിട്ടില്ല. മോർണിംഗിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് രാത്രിയാണ്. അതുവരെ പണ്ട് കാലങ്ങളിലേക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താണ്, വെളിച്ചം ഡയറക്റ്റ് അടിക്കണ ആക്സസ് ആയിരുന്നു. സ്കൂളുകളായി കഴിഞ്ഞാലും ഓഫീസുകളായി കഴിഞ്ഞാലും നേരിട്ട് വെയിൽ ഓഫീസിലെത്തണം. ഇന്നിപ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റം വന്നതോടുകൂടി എന്തായി, സ്കൂളുകളിലെ വണ്ടിയും എയർ കണ്ടീഷനാണ്, ക്ലാസ് റൂമുകളും സ്കൂളുകളിൽ എയർ കണ്ടീഷനാണ്, അതുപോലെ ഓഫീസും എയർ കണ്ടീഷനാണ്. കാരണം പുറത്ത് വെയിൽ യാതൊരു കാരണവശാലും ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന രൂപം വളരെ കുറഞ്ഞു. ഇതുകൊണ്ട് തന്നെ എന്താണ്, അഡൽട്ടിനും യുവാക്കൾക്കുമാണ് കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി വരുന്നത്. ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പം നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ബോഡിയുടെ മെയിൻ ആക്ടിവിറ്റി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഗട്ടിൽ നിന്ന്, അത് നമ്മുടെ കുടലിൽ നിന്ന് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താവും, നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും. അതോടൊപ്പം തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ്? വൈറ്റമിൻ ഡി ആണ് ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ ഡിയുടെ സ്ട്രെങ്ത് കുറയുമ്പോൾ എന്തായി, മസിൽസ് ക്രാംസ് വരും, മസിൽസിന് കടച്ചലും നേരത്തെ പറഞ്ഞ നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. പിന്നീട് വൈറ്റമിൻ്റെ മൂഡ് ചേഞ്ചസ്, പെട്ടെന്ന് തന്നെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന സിഗ്നൽസിന് പ്രധാനപ്പെട്ട കാരണമാണ് വൈറ്റമിൻ ഡി. ഇപ്പം ആങ്സൈറ്റിയും മറ്റു കാര്യങ്ങളും വൈറ്റമിൻ ഡി ആണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത, ഈ സമയത്തും ടയർഡായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ഈ പറഞ്ഞ കാരണം നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്നതോട് എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളതാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ത്രീകളിലും ഇപ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് യുവാക്കളിൽ, യുവതികളിലാണ് കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? പ്രധാനമായിട്ട് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടിയും ജോലികളിലായാലും പുറത്തൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. പുരുഷന്മാരെ ഓഫീസ് ടൈം ആയിരിക്കും, കുട്ടികളും ഓഫീസ് ടൈം ആയിരിക്കും. പക്ഷെ സ്ത്രീകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനുകൾ UV പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അൾട്രാ വയലറ്റിൻ്റെ ഡയറക്റ്റുള്ള അബ്സോർപ്ഷനെ റിഫ്ലക്റ്റിനെ സഹായിക്കുന്ന ടൈപ്പ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യും, ബോഡിയിലേക്ക് ഒരു കാരണവശാലും UV വരില്ല. UV വന്നാൽ മാത്രമേ എന്താവുള്ളൂ, വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കാറുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കണം എന്ത് ചെയ്യണം, നമ്മൾ നേരിയ തോതിലെങ്കിലും ഫുൾ ടൈം UV കൊള്ളണം എന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും നമ്മളൊരു 10 മണിയുടെ വെയിൽ നിർബന്ധമായിട്ട് കൊള്ളണം. ഈ നേരത്തെ പറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിലും യുവാക്കളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ 1-2 ദിവസം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളാൻ പറ്റും, ആ രൂപത്തിൽ മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ എന്താണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ആഴ്ചയിലൊരു ദിവസത്തിലൊരു 10-15 മിനിറ്റ് ജസ്റ്റ് ഫോൺ എടുത്തൊന്ന് പുറത്ത് പോയിട്ട്, ഓഫീസിൻ്റെ പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ടാൽ മതി. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചൊരു 10 മിനിറ്റ് നേരിട്ട് വെയിൽ കൊണ്ടാൽ മതി. വെയിലിന് ശേഷം ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഈ പറഞ്ഞ ഡ്രസ്സൊക്കെ അലക്കണ ആറിടുന്ന സമയമൊക്കെ ഏത് സമയത്താണ്?
ഒന്നിൽ വെയിൽ കഴിഞ്ഞ സമയത്തായിരിക്കും മോർണിംഗ് ആയിരിക്കും, അതിന് പകരം ഒരു 10-11 മണിക്ക് നേരിട്ട് വെയിൽ കൊള്ളുക, ഒരു 10-15 മിനിറ്റ് മാത്രം മതി, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്ഷൻ നടക്കും. ഇനി വൈറ്റമിൻ ഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡി കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വെയിൽ കൊള്ളുകയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാർക്ക് സ്കിന്നുള്ളവരാണെങ്കിൽ, ശരീരത്തിൽ ഇരുണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ, അവർ വെളുത്ത ചർമ്മത്തിലുള്ളവരേക്കാൾ കുറച്ചും കൂടി സമയം അധികം കൂടുതലായിട്ട് വെയിലത്ത് നിൽക്കേണ്ടി വരും. കാരണം അത് UVയുടെ അബ്സോർപ്ഷൻ കുറയും. നമുക്കറിയാൻ പറ്റും എന്താണ് UV അബ്സോർപ്ഷൻ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ബോഡിയുടെ മെലാലിൻ കൂടുതലുള്ളതും ഈ കറുത്ത സ്കിന്നുള്ള ആൾക്കാർ. നമ്മളിപ്പോൾ കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ സ്കിന്നിങ്ങനെ കറുത്ത് വരും. ഇന്ത്യയിൽ ആ സൈഡിൽ നിന്ന് വരുമ്പോൾ വെളുത്തത് പിന്നെ ഇങ്ങനെ കുറഞ്ഞ് അതിന് കാരണം എന്താണ്, നമ്മൾ കുറച്ചും കൂടി സണ്ണായിട്ട് തമിഴ്നാട് നമ്മളൊക്കെ എന്താണ് കുറച്ചും കൂടി നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ടൈപ്പാണ് ബോഡി. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള മെക്കാനിസമാണ് എന്ത്, ബ്ലാക്ക് കളർ സ്കിൻ, മെലാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് ഈ പറഞ്ഞ ബ്ലാക്ക് കളർ സ്കിന്നുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു 5 മിനിറ്റ് അധികം വെയിൽ കൊള്ളണം. നോർമലി ഉള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ 10 മുതൽ 15 മിനിറ്റ് ധാരാളമാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ മോർണിംഗ് ഒരു 10 മുതൽ വൈകിട്ട് 3 മണി വരെ ഉള്ളതാണ്. ഈ പറഞ്ഞ ഉച്ചയുടെ സമയത്തൊക്കെ നമുക്ക് ഓഫീസിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ലഞ്ച് കഴിക്കാൻ പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രയറിനോ മറ്റോ പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ, ആ സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് നിന്നാൽ മതി. ഒരു 10 മിനിറ്റ് മാക്സിമം ജസ്റ്റ് ഒന്ന് വാക്കിയേ അല്ലെ വണ്ടി ഒഴിവാക്കിക്കൊണ്ട് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അറിയാതെ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടന്നോളും. ഇനി ഇതിനൊന്നും യാതൊരുവിധ സ്കോപ്പോ കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി ഉൾപ്പെടുത്തണം. വൈറ്റമിൻ ഡി ഉൾപ്പെടുത്താൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന മുട്ടയുടെ മഞ്ഞ നിർബന്ധമായിട്ട് കഴിച്ചാൽ മതി. നമ്മൾ ജിമ്മിലൊക്കെ പോകും എന്ത് ചെയ്യും, മുട്ടയുടെ മഞ്ഞ മാറ്റി വെക്കും. മുട്ടയുടെ മഞ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കും നിർബന്ധമായിട്ടും വളരെ ഹെൽപ്ഫുൾ ആണ്. എന്താണ്, റിച്ച് ഇൻ വൈറ്റമിൻ ഡി ആണ്. അതോടൊപ്പം തന്നെയാണ് പാല്, ചിക്കൻ, പിന്നെ ഈ കൊഴുപ്പ് ഫാറ്റ് കൂടുതലുള്ള ഫിഷ്, കടൽ മത്സ്യങ്ങളിൽ വൈറ്റമിൻ ഡി കൂടുതൽ. കാരണം എന്താണ്, UV കൂടുതലായിട്ട് കൊള്ളുകയും അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ കണ്ടുവരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലുള്ള സൈൻ ആൻഡ് സിംറ്റംസ് ഉള്ളവർ, നേരത്തെ പറഞ്ഞ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ചില കുട്ടികളൊക്കെ രാത്രി ഇങ്ങനെ ഉണ്ടാവും, മസിൽസ് ക്രാംസ് ഉണ്ടാവും, ഇങ്ങനെ വേദനയായിട്ട് ഇങ്ങനെ നിലവിളിക്കുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ കൂടുതൽ ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളിച്ചു കഴിഞ്ഞാലോ കാല് കടച്ചല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന കുട്ടികളുണ്ടാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും യുവതികൾക്കാണെങ്കിലും ഈ പറഞ്ഞ കാരണങ്ങൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുവരികയാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വളരെ കുറവാണെങ്കിൽ മാത്രം ടാബ്ലറ്റ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ ചെറുതായിട്ടുള്ള കുറവൊക്കെ ആണെങ്കിൽ, ഒരു മോഡറേറ്റ് ലെവൽ കുറവൊക്കെ ആണെങ്കിൽ, ഈ പറഞ്ഞ രൂപത്തിൽ വെയിൽ കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നോർമലി പെട്ടെന്ന് നടക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ല കുറവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും മേൽ പറഞ്ഞ എല്ലാവിധ കാരണങ്ങളും, ടയർഡ്നെസ്, ജനറൽ വീക്ക്നെസ്, ഒരു എനർജി പ്രശ്നം, ഹോർമോണൽ പ്രശ്നം, മൂഡ് സിക്നെസ്, എല്ലാവിധ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനാരാണ്, ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ പോലെ റുട്ടീനൊന്ന് ചേഞ്ച് ചെയ്തിട്ടും ഒരു 10-15 മിനിറ്റ് വെയിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ അറിയാതെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ആയി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് കാണാം. നന്ദി.